മൂവാറ്റുപുഴയിൽ പേവിഷബാധയുള്ള നായ ആളുകളെയും വളർത്തുമൃഗങ്ങളെയും കടിച്ച സാഹചര്യത്തിൽ മൂവാറ്റുപുഴ നഗരസഭയിലെ തെരുവു നായ്ക്കളുടെ വാക്സിനേഷൻ നടപടികൾ ആരംഭിച്ചു. നായയുടെ ആക്രമണമുണ്ടായ 4 വാർഡുകളിലെ തെരുവു നായകളെ വാക്സിനേഷൻ ചെയ്ത ശേഷം നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. എബിൻ, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ? ഈ നായയുടെ കടിയേറ്റവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, പ്രതിരോധ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ കോട്ടയത്തു നിന്നുള്ള സംഘം എത്തിയാണ് ഈ നഗരസഭയിലെ വിവിധ മേഖലകളിലുള്ള നായ്ക്കളെ പിടിച്ച് വാക്സിനേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ നേരത്തെ പേവിഷബാധ സ്ഥിരീകരിച്ച നായ സഞ്ചരിച്ച വാർഡുകളിലുള്ള നായ്ക്കളെ പിടിച്ച് വാക്സിനേഷൻ നൽകിയ ശേഷം അവരെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ നായയുടെ കടിയേറ്റ് 8 പേർക്കാണ് പേവിഷബാധയുള്ള നായയുടെ കടിയേറ്റ്. ഇവർക്ക് നിലവിൽ വാക്സിനേഷൻ നൽകി കഴിഞ്ഞിരുന്നു. ഇനി തുടർ വാക്സിനേഷനുകൾ നൽകും. അതോടൊപ്പം തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റു വാർഡുകളിലുമുള്ള എല്ലാ നായ്ക്കളെയും പിടിച്ച് വാക്സിനേഷൻ നൽകുകയും അതോടൊപ്പം തന്നെ വന്ധീകരണം നടത്തുകയും ചെയ്യുമെന്നാണ് നഗരസഭ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 9-ാം തീയതിയാണ് വളർത്തുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഈ നായ നിരവധി ആളുകളെ 8ഓളം പേരെ കടിക്കുകയും അതോടൊപ്പം തന്നെ വളർത്തുമൃഗങ്ങളെ കടിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ നായ ചാവുകയും ചെയ്തു. പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് അടിയന്തരമായി ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. വേണു, ശരി. എബിൻ ജോസാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.